ഞങ്ങളുടെ അടുത്ത യാത്ര സയ്യിദ് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിലേക്കായിരുന്നു. പച്ച പിടിച്ച മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനത്തിലൂടെ ഞങ്ങളുടെ വാഹനം ഇരുമാടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് വളരെ കൗതുകമൂറുന്ന ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. പലയിടങ്ങളിലും വേനൽ ശക്തിയാർജിച്ചതോടെ ഒരു ഇറ്റ് വെള്ളത്തിന് രാവും പകലും കുടവും കൊണ്ട് കാത്തു നിൽക്കുമ്പോൾ ഒരു ലജ്ജയുമില്ലാതെ വനത്തിനോട് കിന്നാരം പറഞ്ഞ് ഓടി നടക്കുന്ന അരുവികളും വെള്ളച്ചാട്ടങ്ങളും. രാവിലെ തന്നെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസവും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സത്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണിവിടെ. പള്ളിക്ക് മുകളിൽ ഒരു കൂറ്റൻ തേനീച്ച കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് ആ വോയിസ് ഞങ്ങളുടെ കാതുകളിൽ വന്നിടിച്ചത്. വർഷാവർഷവും ഉറൂസിന്റെ 1.5 മാസം മുമ്പെങ്കിലും വലിയ തേനീച്ചകൾ, അവിടുത്തെ സെക്യൂരിറ്റികളായി ചരിത്രത്തിൽ അറിയപ്പെടുന്ന തേനീച്ചകൾ വന്ന് പള്ളിയുടെ ഒരു പ്രത്യേക സ്ഥലം അവർക്കായി നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് തേനീച്ചകൾ കൂടുകൂട്ടാറുള്ളത്. എൻ്റെ 5 വർഷത്തെ അനുഭവവും അത് തന്നെയാണ്. കറക്റ്റ് പള്ളിയുടെ മുൻഭാഗത്ത് മിനാരത്തിൻ്റെ അടുത്ത് ഒരു സ്ഥലം, അവിടെ വലിയ ഗംഭീരം കൂടി അവർ കെട്ടി അവിടെ നിൽക്കും. ഉറൂസ് കഴിഞ്ഞ് കൊടിയായി ഇറക്കുമൊക്കെ കഴിഞ്ഞ ശേഷമേ പോകുകയുള്ളൂ. പിന്നീട് പ്രത്യേകിച്ച് വല്ല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ പിറ്റത്തെ കൊല്ലം ഉറൂസിന് വരും. കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലല്ല, ജനുവരി 16 കറക്റ്റിന് പള്ളിയുടെ അതേ സ്ഥലത്ത് വന്ന് അവർ മുമ്പത്തെ വർഷങ്ങളിലെ പോലെ കൂട് കെട്ടുകയും ഇന്നും നിലനിൽക്കുന്ന പല കറാമത്തുകളിൽ നിന്നും ഒന്നു മാത്രമാണിത്. ഒരു സ്ത്രീയുടെ വഞ്ചന കാരണം ശത്രുക്കളുടെ കരങ്ങളിലൂടെ ഷഹീദായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ കുറച്ച് അകലെ വരെയാണ് സ്ത്രീകൾക്ക് ഇന്നും പ്രവേശനമുള്ളത്. അതിനപ്പുറം കടന്നാൽ തനീച്ചകളുടെയും മറ്റും ആക്രമണം ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണെന്ന് അറിയപ്പെടുന്നു. മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് വിശ്രമിച്ച പാറ വളരെ വലിയ ബഹുമാനത്തോടെ ഇന്നും സംരക്ഷിക്കപ്പെട്ടു. സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു വഫാത്തിനോട് അടുത്ത സമയത്ത് ഹൈന്ദവന്റെ മാട് പാല് നൽകിയ സ്ഥലവും മാടിന്റെ കാൽപാദവും മഹാനവറുകളുടെ കൈകൾ വെച്ച സ്ഥലവും മറ്റും ഇന്നും അവിടെ മായാതെ നിലനിൽക്കുന്നു. സർവശക്തനായ അല്ലാഹു വരും തലമുറയ്ക്ക് ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചതാണിതെന്ന് അറിയപ്പെടുന്നു.